മലയാളി കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് 2-3 മാസമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ കുറേ കാലമായി. ഇപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ഇടുകയാണ്. സോയയുടെ ചെറിയ ഇനത്തിലുള്ള ഒരു സാധനമുണ്ട്. സോയ ചങ്ക്സ് ചെറിയ ഇനുണ്ട്. ഞാൻ കുതിർത്തിയിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു കൂട്ടുകറി ഉണ്ടാക്കുന്നത്. മലബാർ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറയാം. കുതിർത്തി വെച്ചിരിക്കുന്ന ഒരു ബൗൾ സോയ ചങ്ക്സ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഇത് ചെറിയ കടല തലേദിവസം വെള്ളത്തിലിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബൗളാണ്. അത് കഴിഞ്ഞ് ഒരു കഷ്ണം ഇത് ചെറിയ ബൗള് പച്ചക്കായ ഞാൻ സ്ക്വയർ ഫോമിലെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ചേനയും ചെറുതായ കഷ്ണങ്ങളാക്കി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. അതേമാതിരി ഞാൻ ഒരു ബൗളിൽ കുറച്ച് തേങ്ങ ചെരുകിയത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇതെല്ലാം കൂടി വറുത്ത് കോരാനായിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നന്നേ ഗോൾഡൻ കളറിൽ നമ്മൾ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണിത്. അതേമാതിരി തന്നെ തേങ്ങ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ആവശ്യം വരും. അതിൻ്റെ കൂടെ തന്നെയാണ് പച്ചമുളക്, ഇഞ്ചി ഇതുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വെളുത്തുള്ളി ഓപ്ഷനിലാണ്. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. 2-3 അല്ലി അല്ല ഒരു ടേബിൾ സ്പൂണ് വലുത് അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന്, പുളിയും ആവശ്യത്തിന് വേണ്ടി മതി. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വേണം. പിന്നെ ഇത് താളിക്കാനായിട്ട് കടുകും ചുവന്നമുളകുമാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഞാനിനി തേങ്ങയും ജീരകവും ഈ പച്ചമുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായി ബ്രൗൺ കളർ ഞാൻ വറുത്ത് വരെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചക്കറികളെല്ലാം 4 എണ്ണം വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചിട്ട് ഞാൻ പിന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാണ്. കൂടെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കുറുകിയ തേങ്ങാപ്പാലും കൂടി വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് കുറച്ച് പുളി പിഴിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് വരും. എൻ്റെ ഒടുവിലാണ് അത് ചേർക്കുമ്പോഴാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുകി വെച്ച് തേങ്ങ എടുത്ത് ഞാൻ നന്നായിട്ട് ബ്രൗണായിട്ട് ഞാനത് വറുത്തെടുക്കുകയാണ്. ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് നമ്മൾ തീയിലൊക്കെ ചെയ്യില്ല, അതുമാതിരി നന്നായിട്ട് നമ്മൾ ശരിക്കൊക്കെ ചെയ്യണ മാതിരി നന്നായിട്ട് നാളികേരം നന്നായിട്ട് വറുക്കണം. വറുത്ത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കത് വറുക്കണം. കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവുള്ളൂ. എന്തായാലും നന്നായിട്ട് വറുക്കാം. നമുക്ക് വറുത്ത് ബ്രൗൺ ആവുന്ന വരെ വറുക്കുകയാണ്. ഇങ്ങനെ സ്വർണ്ണ നിറം ബ്രൗൺ കളറിലാവുമ്പോൾ നമ്മളിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുകയാണ്. എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇനി യോജിപ്പിച്ച് നന്നായി വറുത്തെടുക്കാം. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറണം. ഇത് നമ്മളിനി ആറിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ നമ്മളത് അരച്ചെടുക്കണം. എന്തായാലും ആറാൻ നമുക്ക് സമയം കൊടുക്കണ്ടേ. ആ സമയം കൊണ്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ചേന, കായ, സോയ ചങ്ക്സ് സ്മോൾ ചെറുതായി കിട്ടുന്ന സോയ ചങ്ക്സാണ്. അതിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ മാറ്റി ഞാൻ പച്ചക്കറി വേവിച്ചെടുക്കുകയാണ്. കടല വേണ്ട, കടല കൂടാതെ കടല എന്തായാലും വേവിച്ചതാണ്. കടല കൂടാതെ ബാക്കിയെല്ലാം നമുക്ക് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ഗ്യാസിൻ്റെ മേലെ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചേന,
കായ, സോയാ ചങ്ക്സ്, ഇതെല്ലാം നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് നമ്മൾ മിക്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വേവേ വേണ്ടു. ജാസ്തി വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കട്ടിയായിട്ട് കിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ വറുത്ത് വെച്ച നാളികേരം എനിക്ക് നന്നായിട്ട് ആറിയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഏതായാലും ഞാൻ ഇത് വേവിച്ചെടുക്കുകയാണ്. കുക്കറിൽ ഒരു വിസിൽ മതിയാവും, കാരണം അതിൽ ജാസ്തി വേവുള്ളതൊന്നുമില്ലല്ലോ. ഒരു വിസിൽ വരുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോഴേക്കും ഞാനത് ആറിയിട്ടുള്ള തേങ്ങ വറുത്തത് ഞാൻ അരച്ച് കൊണ്ടുവരികയാണ്. ഈ വേവിച്ച പച്ചക്കറിയുടെ കൂടെ ചേനയും കായും സോയ ചങ്ക്സ് ഇട്ട് അതിൻ്റെ കൂടെ നമുക്ക് വേവിച്ച കടലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സാക്കി വയ്ക്കാം. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് ബാക്കി ചേരുവകൾ എങ്ങനെ ചേർക്കണം കാണിച്ചു തരാം. ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാൻ. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം. എടുത്ത് വെച്ചിരിക്കുന്ന മുറിച്ച് വെച്ചിരിക്കുന്ന നാളികേര കൊത്തില്ലേ, അത് അതിലേക്കിട്ട് വറുക്കാം. നമുക്ക് തേങ്ങ കൊത്തിൻ്റെ കൂടെ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുളകും ഇഞ്ചിയും ഇട്ടിട്ട് വഴറ്റുക. ഈ സമയത്ത് വേണമെങ്കിൽ വെള്ളുള്ളി ഇഷ്ടമുള്ളവർക്ക് വെള്ളുള്ളി വേണമെങ്കിൽ അത് ചേർത്ത് അരച്ച് നോക്കാനാണ് നല്ലത്. മുറിച്ച് വെച്ചിരിക്കുക ഉള്ളി നമ്മൾ അതിൽ വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ട്. അല്ലാതെ ചൂട് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകരുത്. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതും ഇല്ലേ, ജീരകമൊക്കെ കൂടെ അരച്ചിട്ടില്ലേ, വറുത്ത് അരച്ചിട്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അത് ഈ നാളികേരം അരച്ചത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും അത് വെള്ളത്തോടു കൂടി അതിലേക്ക് നമുക്ക് മെല്ലെ കമ്മിക്കാം. നമുക്ക് മെല്ലെ വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് പുളിവെള്ളം ഇല്ലേ, അതൊന്നും ഒഴിക്കുക, ജസ്റ്റ് ഫോർ ടേസ്റ്റ്. മീതെ കറിവേപ്പിൻ്റെ ഇല ഇട്ടേക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് പാകത്തിനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും
കുറച്ച് സോയ ചങ്ക്സ് ചെറിയ ഇനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രസകരമായിട്ടുള്ള നല്ല ടേസ്റ്റാണ്. മലബാറൻ സ്റ്റൈലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടണം. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്താ അതിൽ കുറവ് തോന്നണം, അതൊക്കെ ഒന്ന് പറയണം. ആ കമൻറ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ വേറെ ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. നന്നായി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഗ്യാസ് സ്ലോ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നന്നായി കുറുകി വന്നിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഞാൻ ഗ്യാസ് ഓഫാക്കി. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ചൂടാക്കാൻ പാടില്ല, അത് കറിയിലത് പൊട്ടും. അപ്പോൾ അത് കാരണം ഞാനത് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളൊന്ന് താളിക്കണം, അത്രയേ ഉള്ളൂ. നമ്മളൊരു കാര്യം ചെയ്യാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതിലേക്ക് താളിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. ഈ കറിയിൽ കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് മുളക് അതിലേക്കിട്ടിട്ട് നമ്മളത് താളിച്ച് നന്നായിട്ട് മിക്സാക്കി വയ്ക്കുക. ഇത് വേണമെങ്കിൽ ഒരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ്. കാണിച്ചു തരാം ഞാൻ എന്താ എങ്ങനെ ചെയ്യണമെന്ന്. സെർവിങ് ബൗളിലേക്ക് മാറ്റി തരാണ്. വിഷുക്കടുത്തില്ലേ, ഇനിയിപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കുറച്ച് ഇതാണ് സോയ ചങ്ക്സ് സ്മോൾ, ചെറിയ ഇനം ഇങ്ങനെ കടലയുടെ മാതിരി അത്ര സൈസിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കി ഇപ്രാവശ്യം എന്താ വിഷുവിന് നല്ലൊരു കിടിലൻ കൂട്ടുകറി ഉണ്ടാക്കി എല്ലാവർക്കും സെർവ് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഞാൻ സെർവിങ് ബൗളിലേക്ക് എടുക്കുകയാണ് ഞാൻ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വ്യത്യാസം വരുന്ന ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുമ്പോൾ ഒരു സ്വാദ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി ഒരു ചെറിയ 1/2 ടീസ്പൂണും കൂടി വേണ്ട. ഞാനൊന്ന് ഇത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊരു സ്വാദിനായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കിടിലൻ കൂട്ടുകറിയാണ്, അതും സോയ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഈ വിഷുവിന് പുതിയൊരു ഐറ്റം ഉണ്ടാക്കി എല്ലാ കുടുംബാംഗങ്ങൾക്കും കൊടുക്കുക. അവരുടെ കമൻസൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് അറിയിക്കണം. അതാണ് അതിൻ്റെ ഉള്ള സന്തോഷത്തിലാണ് ഞാൻ അതൊക്കെ ചെയ്യണത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്ത് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തായാലും